ഹീറ്റ് ട്രാൻസ്ഫർ ആൻഡ് റെഫ്രിജറേഷൻ എന്ന് പറയുന്ന ആ ഒരു ഏരിയ ആണ് നമ്മൾ അതിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് എ മെറ്റീരിയൽ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് എ ഗിവൺ മെറ്റീരിയൽ, അതായത് അതിന്റെ തെർമൽ കണ്ടക്ടിവിറ്റിയുടെ വേരിയേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് വേരി വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ ഓൺലി ആണോ, ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ, വേരി വിത്ത് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ, വേരി വിത്ത് സ്ട്രക്ചർ, ഹ്യൂമിഡിറ്റി, പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കൺസെപ്റ്റും അതിനെ ബേസ് ചെയ്തിട്ടുള്ള തിയറിയും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. ചില ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഓപ്ഷൻസും കൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്ഷൻസും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് ഹീറ്റ് ട്രാൻസ്ഫറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. So basically thermal conductivity definition എന്താണ്? Thermal conductivity is the property of a material that indicates how easily heat can pass through it. Thermal conductivity എന്ന് പറഞ്ഞാൽ എന്താ? Property of a material that indicates how easily heat can pass through it. ഈ മെറ്റീരിയലിലൂടെ എത്ര ഈസി ആയിട്ട് ഹീറ്റ് പാസ് ചെയ്യും എന്നുള്ളതിന്റെ ഒരു ഇൻഡിക്കേഷൻ ആണ് ഇത് thermal conductivity എന്ന് പറയുന്നത്. Metals like copper have high thermal conductivity because heat passes through them easily, whereas wood and rubber have low thermal conductivity. അതായത് കോപ്പർ പോലെയുള്ള മെറ്റൽസിന് തെർമൽ കണ്ടക്ടിവിറ്റി വളരെയധികം കൂടുതലായിരിക്കും. കാരണം പെട്ടെന്ന് തന്നെ നമുക്കറിയാം കോപ്പർ വെസൽസ് എല്ലാം വളരെയധികം ഹൈലി ഹീറ്റ് കണ്ടക്റ്റീവ് ആണ്. സോ അപ്പൊ അങ്ങനെയുള്ള മെറ്റീരിയൽസിന്റെ എല്ലാം തെർമൽ കണ്ടക്ടിവിറ്റി വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അതേസമയം ഇൻസുലേറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? തീരെ കടത്തിവിടാത്ത അല്ലെങ്കിൽ ഹീറ്റ് കണ്ടക്ടിവിറ്റി ഓൾമോസ്റ്റ് സീറോ ആയിട്ടുള്ള മെറ്റീരിയൽസിനാണ് നമ്മൾ ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. For a given material, the thermal conductivity may vary with respect to temperature, pressure, structure of the material, moisture or humidity content. അപ്പോൾ ഒരു പർട്ടിക്കുലർ മെറ്റീരിയൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് അതിന്റെ പ്രഷർ, ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ആ മെറ്റീരിയലിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ക്രിസ്റ്റൽ സ്ട്രക്ചർ. ഓക്കെ, ക്രിസ്റ്റൽ സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പോൾ HCP അതുപോലെ തന്നെ FCC, BCG അങ്ങനെയുള്ള സ്ട്രക്ചർ, മെറ്റീരിയലിന്റെ സ്ട്രക്ചർ, അതുപോലെ തന്നെ മോയ്സ്ചർ അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി കണ്ടന്റ്, അതിനകത്തുള്ള വാട്ടർ കണ്ടന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അതിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ചോദ്യം ഇതാണ്, തെർമൽ കണ്ടക്ടിവിറ്റിയുടെ ഡിപ്പെൻഡൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് എ ഗിവൺ മെറ്റീരിയൽ വേരി വിത്ത് റെസ്പെക്ട് ടു സ്ട്രക്ചർ, humidity, pressure and temperature. So option D is the correct answer. Next question, convection heat transfer involves. Again heat transfer എന്നുള്ള ചോദ്യമാണ്. കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫറിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഏതൊക്കെയാണ്, കൺവെക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്, ഇതിനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. Heat transfer is the process by which heat moves from a high temperature region to a low temperature region. ഒരു ഹൈ ടെമ്പറേച്ചർ റീജിയനിൽ നിന്ന് ഒരു ലോ ടെമ്പറേച്ചർ റീജിയനിലേക്ക് നടക്കുന്ന ഹീറ്റ് ഫ്ലോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഓക്കെ, ബേസിക്കലി നമുക്കറിയാം ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് there are 3 basic modes of heat transfer, namely conduction, convection and radiation. അതില് കണ്ടക്ഷൻ നടക്കുന്ന മെക്കാനിസം എന്ന് പറയുമ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ ത്രൂ ഡയറക്റ്റ് മോളിക്കുലാർ കോണ്ടാക്ട് വഴി നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫർ മോഡാണ് ഇത് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. വേറസ് കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ഫ്ലൂയിഡ്സ് ഡ്യൂ ടു ഫ്ലൂയിഡ് മോഷൻ. ഒരു ഫ്ലൂയിഡ് മൂവ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രം നടക്കുന്ന അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഹീറ്റ് ട്രാൻസ്ഫർ മോഡാണ് ഇത് കൺവെക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റേഡിയേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഹീറ്റ് ട്രാൻസ്ഫർ ത്രൂ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് വഴി നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫർ മോഡിനെയാണ് നമ്മൾ റേഡിയേഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് 3 ബേസിക് മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ വരുന്നത്. ഇപ്പൊ ചോദ്യം കൺവെക്ഷനെ ബേസ് ചെയ്തുകൊണ്ടാണ്. സോ കൺവെക്ഷൻ occurs only in liquids and gases because fluids can move. ഞാൻ നേരത്തെ പറഞ്ഞു ഫ്ലൂയിഡ് മൂവ്മെന്റ് കൊണ്ട് നടക്കുന്ന ഒരു ഹീറ്റ് ട്രാൻസ്ഫർ മോഡാണ് ഇത് കൺവെക്ഷൻ. സോ ഇറ്റ് ഈസ് പോസിബിൾ ഓൺലി ഇൻ ദ കേസ് ഓഫ് ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് ബിക്കോസ് ഓഫ് ഫ്ലൂയിഡ് മൂവ്മെന്റ് ഓർ മൊബിലിറ്റി. ഇൻ കൺവെക്ഷൻ heat is transferred partly by conduction between fluid particles. കൺവെക്ഷനിൽ തന്നെ ഒരു പോർഷൻ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന ഏതാണ്? കണ്ടക്ഷൻ വഴിയാണ്. കണ്ടക്ഷൻ ബിറ്റ്വീൻ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ്.
At the same time, the heated fluid itself moves and carries heat from one place into another. അതായത് കണ്ടക്ഷനിൽ തന്നെ ഒരു പോർഷൻ എന്ന് പറയുന്നത് കണ്ടക്ഷൻ ആണ്, കണ്ടക്ഷൻ ബിറ്റ്വീൻ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ്. അത് കഴിഞ്ഞിട്ട് the same time heat is being transported or the heated fluid itself moves from carries heat from one place to another. ഇതിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. Heating of water in a pot is an example of convection where water near the bottom of the pot gets heated first from the flame. നമ്മള് ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം ചൂടാക്കുന്ന സമയത്ത് എന്താണ് ആദ്യമായിട്ട് ആ പാത്രത്തിന് ഏറ്റവും അടിഭാഗത്തുള്ള ലിക്വിഡ് ആണ് എന്ത് ചെയ്യുന്നത്, ചൂടാവുന്നത്. സോ അതെന്താണ് കണ്ടക്ഷന് ഒരു എക്സാമ്പിൾ ആണ്. അത് ഡയറക്റ്റ് കോണ്ടാക്ട് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. And this hot water becomes lighter and rises upwards, and cooler and heavier water from the top moves downwards. നമുക്കറിയാം ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് വളരെ ലൈറ്റർ ആവും. അപ്പൊ താഴെയുള്ള ഹോട്ട് വാട്ടർ ചൂടായ ശേഷം എന്താവും, അത് ലൈറ്റർ ആയതുകൊണ്ട് അത് എന്ത് ചെയ്യും, അത് ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ബി മൂവിങ് അപ്വേർഡ്. ആൻഡ് ടോപ്പ് പോർഷനിലുള്ള വെള്ളം, ചൂടാവാത്ത വെള്ളം അല്ലെങ്കിൽ ചൂടായി വരുന്ന വെള്ളം എന്താണ് കമ്പാരിറ്റീവ്ലി ഡെൻസർ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് അത് താഴോട്ട് വരികയും ചെയ്യും. സോ ഇതിനെയാണ് നമ്മൾ കൺവെക്ഷൻ ഇവിടെ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം the heated fluid itself moves and carries heat from one place into another. ഒരു കൺവെക്ഷൻ കറന്റ് അവിടെ എന്ത് ചെയ്യുന്നു, സെറ്റപ്പ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ദിസ് കണ്ടിന്യൂസ് സർക്കുലേഷൻ ട്രാൻസ്ഫേഴ്സ് ഹീറ്റ് ത്രൂ ഔട്ട് ദ വാട്ടർ. അപ്പൊ ഞാൻ പറഞ്ഞു ലൈറ്റർ ഫ്ലൂയിഡ് മുകളിലേക്കും ഡെൻസർ ഫ്ലൂയിഡ് താഴേക്കും വരും. അപ്പൊ ഇതുവഴി ഇങ്ങനെയുള്ള ഒരു കണ്ടിന്യൂസ് സർക്കുലേഷൻ വഴിയാണ് നമുക്ക് കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. സോ കൺവെക്ഷൻ ഓൾവേസ് ഇൻവോൾവ്സ് കണ്ടക്ഷൻ പ്ലസ് ഫ്ലൂയിഡ് മിക്സിംഗ് മോഷൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം, അതായത് ലൈറ്റർ ഫ്ലൂയിഡ് മുകളിലേക്കും ഡെൻസർ ഫ്ലൂയിഡ് താഴേക്കും വരുന്നത് എന്താണ്, ഇറ്റ് ഈസ് സം സോർട്ട് ഓഫ് ഫ്ലൂയിഡ് മിക്സിംഗ് അല്ലെ. അതുപോലെ തന്നെ അത് കണ്ടക്ഷനും ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മൾ നേരത്തെ കണ്ടക്ഷൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്, അതിന്റെ കൂടെ തന്നെ ഈ കൺവെക്ഷനും അല്ലെങ്കിൽ മിക്സിംഗ് മോഷനും കൂടെ നടക്കുന്നുണ്ട്. സോ ഫ്ലൂയിഡ് മോഷൻ ദ കണ്ടക്ഷൻ ഓർ കൺവെക്ഷൻ ഓൾവേസ് ഇൻവോൾവ്സ് കണ്ടക്ഷൻ പ്ലസ് ഫ്ലൂയിഡ് മിക്സിംഗ് മോഷൻ. ഇനി നമ്മൾ കൺവെക്ഷൻ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് രണ്ട് ടൈപ്പ് കൺവെക്ഷൻ കൂടെ ഉണ്ട്, അതുകൂടെ പറഞ്ഞിട്ട് പോവാം. ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല. Fluid motion may occur in two ways. First one is the natural convection, that is caused by the density difference due to temperature change, where hot fluid becomes lighter and rises naturally. അതായത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ലാതെ നടക്കുന്ന ഒരു കൺവെക്ഷൻ മോഡാണ് ഇത് നാച്ചുറൽ കൺവെക്ഷൻ. ഇറ്റ് ഈസ് ആക്ച്വലി കോസ്ഡ് ബൈ ദ വേരിയേഷൻ ഇൻ ഡെൻസിറ്റി ഓർ ഡെൻസിറ്റി ഡിഫറൻസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ലൈറ്റർ ഫ്ലൂയിഡ് മുകളിലേക്കും ഡെൻസർ ഫ്ലൂയിഡ് താഴേക്കും വരുന്ന ആ ഒരു ഡെൻസിറ്റി ഡിഫറൻസ് കൊണ്ടുണ്ടാവുന്ന കൺവെക്ഷൻ കറണ്ട്, അതിനാണ് നമ്മൾ നാച്ചുറൽ കൺവെക്ഷൻ എന്ന് പറയുന്നത്. അതേസമയം ഫോഴ്സ്ഡ് കൺവെക്ഷൻ വേർ ദ ഫ്ലൂയിഡ് മോഷൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു എക്സ്റ്റേണൽ ഡിവൈസസ് ലൈക്ക് പമ്പ്സ്, ഫാൻസ് ഓർ ബ്ലോവർ ഫാൻ പോലെയുള്ള എക്സ്റ്റേണൽ ഡിവൈസ് കൊണ്ടാണ് നമ്മൾ ഫ്ലൂയിഡ് മോഷൻ ക്രിയേറ്റ് ചെയ്യുന്നു എങ്കിൽ അതിനെ നമുക്ക് ഫോഴ്സ്ഡ് കൺവെക്ഷൻ എന്ന് വിളിക്കാം. അപ്പൊ ഇതാണ് നമുക്ക് രണ്ട് ടൈപ്പ് കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ വരുന്നത്. നമ്മുടെ ചോദ്യം ഇതാണ്, കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ ഇൻവോൾവ്സ്, നേരത്തെ കണ്ടതാണ്. സോ കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ ഇൻവോൾവ്സ് കണ്ടക്ഷൻ ആൻഡ് മിക്സിംഗ് മോഷൻ. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, when two bodies taking part in heat transfer at zero thermal potential, zero thermal potential എന്ത് സംഭവിക്കും, രണ്ട് ബോഡീസ് തമ്മിൽ ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുമ്പോൾ സീറോ തെർമൽ പൊട്ടൻഷ്യലിന് എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അഗൈൻ ഹീറ്റ് ട്രാൻസ്ഫർ എന്നുള്ള ചോദ്യമാണ്. ഹീറ്റ് ട്രാൻസ്ഫർ occurs only when there is a temperature difference between two bodies. This temperature difference is called thermal potential. നമുക്കറിയാം ഒരു ടെമ്പറേച്ചർ ഡിഫറൻഷ്യൽ ഉണ്ടെങ്കിൽ മാത്രമേ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുകയുള്ളൂ. Heat is always having a tendency to flow from high temperature level to low temperature level. അപ്പോ ടെമ്പറേച്ചർ ഡിഫറൻഷ്യൽ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുകയുള്ളൂ അല്ലെങ്കിൽ ഹീറ്റ് ഫ്ലോ നടക്കുകയുള്ളൂ. ഈ ടെമ്പറേച്ചർ ഡിഫറൻസിനെയാണ് നമ്മൾ തെർമൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇനി തെർമൽ പൊട്ടൻഷ്യൽ സീറോ ആവുന്ന കേസ് എന്താണ്? ഇഫ് തെർമൽ പൊട്ടൻഷ്യൽ ബിക്കംസ് സീറോ, both bodies are at the same temperature and so there is no net heat transfer from one body to another. Thermal potential അല്ലെങ്കിൽ
ടെമ്പറേച്ചർ ഡിഫറൻസ് 0 ആകുമ്പോൾ അതിന്റെ മീനിങ് എന്താണ്? രണ്ട് ബോഡീസും ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്ന രണ്ട് ബോഡീസും സെയിം ടെമ്പറേച്ചറിലായിരിക്കും. സോ there won't be any net heat transfer from one body to another. Conduction requires temperature difference for the heat to flow, and if there is no temperature difference, conduction stops. Conduction എന്ന് പറയുന്നത് തെർമൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ട് മാത്രം നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ തെർമൽ പൊട്ടൻഷ്യൽ 0 ആണ് എന്നുണ്ടെങ്കിൽ എന്താണ്? കണ്ടക്ഷൻ അവിടെ സ്റ്റോപ്പ് ആവും, ഫർദർ കണ്ടക്ഷൻ ഉണ്ടാവില്ല. ഇനി അതേസമയം റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫറിലാണെങ്കിലോ, ഇൻ റേഡിയേഷൻ എവറി ബോഡീസ് continuously emits radiant energy as long as its temperature is above absolute zero. ഏതൊരു ബോഡിയും, എല്ലാ ബോഡിയും എന്ത് ചെയ്യുന്നുണ്ട്? റേഡിയന്റ് എനർജി എമിറ്റ് ചെയ്യുന്നുണ്ട്. അത് അതിന്റെ ടെമ്പറേച്ചറിന് അനുസരിച്ച് റേഡിയന്റ് എനർജി എമിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റീഫൻ ബോൾട്സ്മാൻ ലോ ആണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു സ്റ്റീഫൻ ബോൾട്സ്മാൻ ലോ, E is equal to energy, radiant energy is equal to epsilon into sigma into T raised to 4, where T is the absolute temperature, sigma is the Stephen Boltzmann constant, epsilon is the emissivity of the body. അപ്പോൾ ഇവിടെ റേഡിയന്റ് എനർജിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എല്ലാ ബോഡിയും, നമുക്ക് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ ബോഡിയും എന്താണ്? റേഡിയന്റ് എനർജി എമിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളത് അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഒരു ടെമ്പറേച്ചർ ലെവലിനനുസരിച്ച് മാത്രമേ അത് റേഡിയേറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്കത് പ്രത്യേകിച്ച് സെൻസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. Even when those bodies are at same temperature, they will still radiate energy to each other, but the net heat transfer will be equal to 0 as both of them radiate equally. അതായത് പറയുന്നത് when two bodies are at same temperature, രണ്ട് ബോഡി നമ്മൾ കൺസിഡർ ചെയ്യുന്നു, ആ രണ്ട് ബോഡിയും എന്താണ്? സെയിം ടെമ്പറേച്ചറിലാണ്. സെയിം ടെമ്പറേച്ചർ ആണ് എന്നുണ്ടെങ്കിലും എന്താണ്? അത് റേഡിയേറ്റ് ചെയ്യുന്നുണ്ട്. അക്കോർഡിംഗ് ടു സ്റ്റീഫൻ ബോൾട്സ്മാൻ ലോ, എവറി ബോഡി ഈസ് റേഡിയേറ്റിംഗ് അക്കോർഡിംഗ് ടു ഇറ്റ്സ് ടെമ്പറേച്ചർ. അപ്പൊ രണ്ടും സെയിം ടെമ്പറേച്ചർ ആണെങ്കിൽ രണ്ടും റേഡിയേറ്റ് ചെയ്യുന്ന ആ റേഡിയന്റ് എനർജി എന്തായിരിക്കും? സെയിം ആയിരിക്കും. സെയിം ആയിരിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ എന്താണ്? നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ വിൽ ബി ഈക്വൽ ടു 0. രണ്ടും ഒരേ എമൗണ്ട് ആണ് എന്ത് ചെയ്യുന്നുണ്ട്? റേഡിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റേഡിയന്റ് എനർജി എമിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടും എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് പോകും. സോ നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ വിൽ ബി ഈക്വൽ ടു 0. Therefore conduction ceases at 0 thermal potential whereas radiation continues. കണ്ടക്ഷൻ ഞാൻ പറഞ്ഞു, തെർമൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ കണ്ടക്ഷൻ ആ സ്പോട്ടിൽ സ്റ്റോപ്പ് ആവും. പക്ഷെ റേഡിയേഷൻ എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്യും. നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ 0 ആണെന്നുണ്ടെങ്കിലും റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടിന്യൂ ചെയ്യും. കാരണം എന്താണ്? ഓരോ ബോഡിയും റേഡിയന്റ് എനർജി എമിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ചോദ്യം ഇതാണ്, when two bodies taking part in heat transfer at 0 thermal potential, radiation continues. റേഡിയേഷൻ മാത്രമേ കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ. ഓപ്ഷൻ സി is the correct answer. Next question, for a perfect black body, താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദ്യം. അതിനു മുന്നേ നമ്മൾ ഓപ്ഷൻസ് ഓരോന്നായി ഡിസ്കസ് ചെയ്യാം. എന്താണ് ബ്ലാക്ക് ബോഡി എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. So a black body is an idealized surface that absorbs all incident radiation without any reflection and without any transmission. ട്രാൻസ്മിഷനോ റിഫ്ലക്ഷനോ ഒന്നുമില്ലാതെ വരുന്ന റേഡിയേഷൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യുന്ന ഒരു ഐഡിയലൈസ്ഡ് ബോഡിയാണ് നമ്മൾ ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് റീ എമിറ്റ്സ് എനർജി ഓൺലി ബേസ്ഡ് ഓൺ ഇറ്റ്സ് ടെമ്പറേച്ചർ. അത് എമിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? ബ്ലാക്ക് ബോഡി എമിറ്റ് ചെയ്യുന്നുണ്ട്, അബ്സോർബ് ചെയ്യുന്നുണ്ട്, എമിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ റിഫ്ലക്ഷനും ട്രാൻസ്മിഷനും മാത്രമേ അവിടെ അബ്സെന്റ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പോ എമിഷൻ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ടെമ്പറേച്ചറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അത് റേഡിയന്റ് എനർജി എമിറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ റെഫറൻസ് സ്റ്റാൻഡേർഡ് ഇൻ റേഡിയേഷൻ സ്റ്റഡീസ്. ഇനി ഈ ക്വസ്റ്റ്യനിൽ ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ള ചില ടേംസ് ഇതൊക്കെയാണ്. അബ്സോർപ്റ്റിവിറ്റി ഈസ് റെപ്രസെന്റഡ് ബൈ ആൽഫ is the fraction of incident radiation absorbed. വരുന്ന ഇൻസിഡന്റ് റേഡിയേഷനിൽ എത്ര പോർഷൻ ആണ് അബ്സോർബ് ചെയ്യപ്പെടുന്നത്, അതിന്റെ ഒരു മെഷറാണ് അബ്സോർപ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അതേസമയം റിഫ്ലക്റ്റിവിറ്റി റെപ്രസെന്റഡ് ബൈ റോ is the fraction of incident radiation that is reflected back. വരുന്ന റേഡിയേഷന്റെ എത്ര പോർഷൻ ആണ് റിഫ്ലക്ട് ചെയ്തു പോകുന്നത് ഇതിന്റെ ഒരു മെഷറാണ് ഇത് റിഫ്ലക്റ്റിവിറ്റി എന്ന് പറയുന്നത്. ട്രാൻസ്മിസിവിറ്റി ഓർ ടൗ is the fraction of incident radiation that is transmitted through the body. ഒരു ബോഡി വരുന്ന ഇൻസിഡന്റ് റേഡിയേഷനിൽ എത്ര പോർഷൻ ആണ്
ബോഡിയിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്തു പോകുന്നത് എന്നതിന്റെ ഒരു മെഷറാണ് ഇത് ട്രാൻസ്മിസിവിറ്റി. ആൻഡ് ഫോർ എനി റിയൽ സർഫസ് വി ഹാവ് ആൽഫ പ്ലസ് റോ പ്ലസ് ടോ ഈസ് ഈക്വൽ ടു 1. ഇതൊരു ജനറൽ ആയിട്ടുള്ള റിലേഷൻ ആണ്. സം ഓഫ് അബ്സോർബിവിറ്റി പ്ലസ് റിഫ്ലക്ടിവിറ്റി ആൻഡ് ട്രാൻസ്മിസിവിറ്റി ഈസ് ഈക്വൽ ടു 1. അപ്പോ ഇവിടെ ചോദ്യം ഇതാണ്, ഫോർ എ പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി. ബ്ലാക്ക് ബോഡി നമ്മൾ പറഞ്ഞു എന്തായിരിക്കും, വരുന്ന റേഡിയേഷൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യും, അതൊന്നും റിഫ്ലക്ട് ചെയ്യൂല, അതുപോലെ തന്നെ എന്ത് ചെയ്യില്ല, ട്രാൻസ്മിഷനും ചെയ്യില്ല. നോ റിഫ്ലക്ഷൻ, നോ ട്രാൻസ്മിഷൻ. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. അബ്സോർബിവിറ്റി ഈക്വൽ ടു 1, reflectivity is equal to 0 and transmissivity is also equal to 0. Next question. Energy performance ratio of a heat pump is. Energy performance ratio. ഒരു ഹീറ്റ് പമ്പിന്റെ എനർജി പെർഫോമൻസ് റേഷ്യോ അതിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണോ ലെസ് ദാൻ 1 ആണോ ഈക്വൽ ടു 1 ആണോ എന്നുള്ള കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് എനർജി പെർഫോമൻസ് റേഷ്യോ എന്ന് നോക്കാം. A heat pump is a device used to transfer heat from a low temperature region to a high temperature region. ഒരു low temperature regionിൽ നിന്ന് ഒരു high temperature regionിലേക്ക് ഹീറ്റ് പമ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഹീറ്റ് പമ്പ്. It works opposite to the natural direction of heat flow. So external work is required. Natural direction of heat flow എന്ന് പറഞ്ഞാൽ എന്താ? Heat is always having a tendency to flow from a higher temperature level to low temperature level. അതിന് പ്രത്യേകിച്ച് നമുക്ക് എക്സ്റ്റേണൽ വർക്കിന്റെ ഒന്നും ആവശ്യമില്ല. ഹീറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് ഹൈ ടെമ്പറേച്ചർ ലോ ടെമ്പറേച്ചറിലേക്ക് ഫ്ലോ ചെയ്തോളൂ. പക്ഷെ ഇത് തിരിച്ചാണ്. ഓപ്പോസിറ്റ് ടു നാച്ചുറൽ ഡയറക്ഷൻ ഓഫ് ഹീറ്റ് ഫ്ലോ എന്ന് പറയുമ്പോൾ ഫ്രം ലോ ടു ഹൈ. ഫ്രം ലോ ടു ഹൈ ആകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഹീറ്റ് ഫ്ലോ നടക്കില്ല. അതിന് പകരം നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് എന്തെങ്കിലും വർക്ക് ഇൻപുട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഹൈ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുകയുള്ളൂ. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹീറ്റ് പമ്പിന്റെ എക്സാമ്പിൾ എയർ കണ്ടീഷനിങ് ഹീറ്റിംഗ് മോഡ് അല്ലെ. നമ്മൾ എയർ കണ്ടീഷനിങ് സാധാരണ റൂം കൂൾ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അതൊരു ഹീറ്റിംഗ് മോഡിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്താ പറയാം, ഹീറ്റ് പമ്പായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ റെഫ്രിജറേറ്റർ വർക്കിംഗ് ആസ് എ ഹീറ്റ് പമ്പ്. ഇതെല്ലാം ഹീറ്റ് പമ്പിന്റെ എക്സാമ്പിൾസ് ആണ്. ഈ ചോദ്യം ഇതാണ്, എനർജി പെർഫോമൻസ് റേഷ്യോ. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടേം എന്ന് പറയുന്നത് കോയിഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ആണ്. ഇപ്പൊ എഞ്ചിന്റെ കേസിലെല്ലാം എഫിഷ്യൻസി എന്ന് പറയുന്ന പോലെ റെഫ്രിജറേറ്ററിലോ അല്ലെങ്കിൽ ഹീറ്റ് പമ്പിലോ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന പെർഫോമൻസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് കോയിഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് അല്ലെങ്കിൽ COP. അതിനെ നമ്മൾ എനർജി പെർഫോമൻസ് റേഷ്യോ എന്നും പറയാറുണ്ട്. എനർജി പെർഫോമൻസ് റേഷ്യോ മനസ്സിലാക്കി വെക്കുക. ഓർ കോയിഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ഈസ് ഡിഫൈൻഡ് ആസ് ഹീറ്റ് ഡെലിവേർഡ് ഡിവൈഡഡ് ബൈ വർക്ക് ഇൻപുട്ട്. ഹീറ്റ് ഡെലിവേർഡ് ബൈ വർക്ക് ഇൻപുട്ട് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഹീറ്റ് പമ്പ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ റീജിയനെ ഹോട്ട് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് എന്ത് ഹീറ്റ് പമ്പ് എന്ന് പറയുന്നത്. അപ്പൊ എത്രത്തോളം ഹീറ്റ് ഡെലിവർ ചെയ്തു എന്നുള്ളതാണ് അതിന്റെ എഫക്റ്റീവ് അല്ലെങ്കിൽ കോയിഫിഷ്യന്റ് ഓഫ് പെർഫോമൻസിന്റെ ഒരു ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ കൊടുക്കുന്ന വർക്ക് ഇൻപുട്ട് അല്ലെ, കംപ്രസറിൽ നമ്മൾ കൊടുക്കുന്ന വർക്ക് ഇൻപുട്ട്. അപ്പോൾ amount of heat delivered divided by work input ആണ് ഇത് energy performance ratio of a heat pump. Since the heat delivered is always greater than the work supplied, the COP of a heat pump is always greater than 1. നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വർക്കിനെയും കാട്ടി കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഹീറ്റ് പമ്പ് അല്ലെ, ഇപ്പൊ താഴെ ഒരു സിങ്ക്, ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, Q1 is absorbed, this is the work, this is the heat that is delivered to the source അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ബോഡി. അപ്പോ ഇവിടെ Q2 എന്ന് പറയുന്നത് എന്താണ്, Q2 എന്ന് പറയുന്ന ഹീറ്റ് ഡെലിവേർഡ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് Q1 ആണ്. നമ്മൾ കൊടുക്കുന്ന വർക്ക് എന്ന് പറയുന്നത് W ആണ്. സോ Q2 is equal to Q1 plus W. അപ്പൊ ഇവിടെ ഹീറ്റ് ഡെലിവേർഡ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ വർക്ക് സപ്ലൈഡ്. കാരണം ഹീറ്റ് ഡെലിവേർഡ് എന്ന് പറഞ്ഞാൽ എന്താ, Q2 എന്ന് പറയുന്നത് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഹീറ്റിനോട് കൂടി നമ്മൾ കൊടുക്കുന്ന വർക്ക് ഇൻപുട്ടും കൂടെ കൂട്ടുമ്പോഴേ Q2 കിട്ടുന്നുള്ളൂ. സോ Q2 ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ദ വർക്ക് സപ്ലൈഡ്. സോ എന്തായിരിക്കും, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 kJ ഓഫ് വർക്ക് ട്രാൻസ്ഫർ 4 kJ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. 1 kJ നമ്മൾ വർക്ക് കൊടുക്കുന്നു, നമുക്ക് 4 kJ ഹീറ്റ് ആണ് ഡെലിവറി ചെയ്യപ്പെടുന്നതെങ്കിൽ ഇവിടെ Q2 എന്തായിരിക്കും, Q2 will be is equal to 4. ഈ എക്സാമ്പിളിൽ Q2 is equal to 4 ആയിരിക്കും. അതുപോലെ തന്നെ
വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ 1 കിലോ ജൂൾ വർക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ Q2/W അല്ലെ, ഹീറ്റ് ഡെലിവേർഡ് ഡിവൈഡഡ് ബൈ വർക്ക് ഇൻപുട്ട്. COP എന്തായിരിക്കും? COP is equal to 4/1. 4 എന്ന് പറഞ്ഞാൽ എന്താ? 4 is always greater than 1. അപ്പൊ ഇവിടെ പറഞ്ഞത് എനർജി പെർഫോമൻസ് റേഷ്യോ ഓഫ് എ ഹീറ്റ് പമ്പ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 ton of refrigeration is equal to, ഒരു ടൺ ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ് അതിന്റെ കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. റെഫ്രിജറേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോ റെഫ്രിജറേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് കോമൺലി എക്സ്പ്രസ്ഡ് ഇൻ ടൺ ഓഫ് റെഫ്രിജറേഷൻ, TR. ഓക്കെ, TR എന്നാണ് നമ്മൾ എഴുതുക. റെഫ്രിജറേഷൻ കപ്പാസിറ്റി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ടൺ ഓഫ് റെഫ്രിജറേഷനിലാണ്. ഒരു ടൺ ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 1 ton of refrigeration is the rate of heat removal required to freeze 1 ton of water into ice into 24 hours. 24 മണിക്കൂറിൽ ഒരു ടൺ വാട്ടറിനെ കംപ്ലീറ്റ് ആയിട്ട് ഫ്രീസ് ചെയ്ത് എന്താണ് ഫ്രീസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ് റിമൂവലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു ടൺ ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ 1 ton ഓഫ് വാട്ടർ, 1 ton എന്ന് പറയുമ്പോൾ 1000 കിലോഗ്രാം അല്ലെ? 1 ton ഓഫ് വാട്ടർ ഉണ്ട്. ഈ 1 ton ഓഫ് വാട്ടറിനെ 24 മണിക്കൂറിൽ നമുക്ക് എന്ത് ചെയ്യണം? ഐസ് ആക്കി മാറ്റണം അല്ലെ? ഐസ് ആക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ വാട്ടറിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഹീറ്റ് റിമൂവ് ചെയ്യപ്പെടണം. അത് ഹീറ്റ് റിമൂവൽ റേറ്റിനെയാണ്, അല്ലെങ്കിൽ എത്രത്തോളം ഹീറ്റ് റിമൂവ് ചെയ്യണം, ഇത് മുഴുവനായിട്ട് ഐസായിട്ട് മാറാൻ എത്ര ഹീറ്റ് റിമൂവ് ചെയ്യണം എന്നുള്ളതിന്റെ റേറ്റ് ആണ് എന്ത്? 1 ton ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറയുന്നത്. എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഹീറ്റ് റിമൂവൽ ഫോർ freezing 1 ton of water into ice in 24 hours. അതിന് സ്റ്റാൻഡേർഡ് വാല്യൂ എന്ന് പറയുന്നത് 3.5 കിലോ വാട്ട് ആണ് 1 ton ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറയുന്നത്. ഇനി അത് തന്നെ നമ്മൾ കിലോ ജൂൾ പെർ മിനിറ്റിലാണ് എഴുതുന്നെങ്കിൽ 211 കിലോ ജൂൾ പെർ മിനിറ്റ്. പ്രത്യേകം ശ്രദ്ധിക്കുക, എയർ കണ്ടീഷനിങ്ങിലും റെഫ്രിജറേഷനിലെല്ലാം യൂണിറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ കാര്യങ്ങളിലെല്ലാം കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിച്ച് നമുക്ക് ഓപ്ഷൻസ് രേഖപ്പെടുത്താം. ഇവിടെ ചോദ്യം 1 ton ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറയുന്നത് 3.5 കിലോ വാട്ട്. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസിംഗ് ആണ്. 211 എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ 211 എന്ന് പറഞ്ഞത് കിലോ ജൂൾ പെർ സെക്കൻഡ് ആണ് കൊടുത്തിട്ടുള്ളത്. കറക്റ്റ് ആൻസർ അല്ല, 211 കിലോ ജൂൾ പെർ മിനിറ്റ് ആണ്. ഓക്കെ, അപ്പോ ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ ആൻസർ ചാടി പിടിച്ച് ചെയ്തിട്ട് തെറ്റിക്കരുത്. ഇപ്പൊ 3.5 കിലോ വാട്ട് എന്ന് പറയുന്നതാണ് ഇവിടെ കറക്റ്റ് ആൻസർ. അതേസമയം 211 കിലോ ജൂൾ പെർ മിനിറ്റ് എന്ന് പറയുന്നത് കിലോ ജൂൾ പെർ മിനിറ്റിലുള്ള യൂണിറ്റ് ആണ്. ഓക്കെ, സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അമോണിയ റെഫ്രിജറൻസ് ആർ കോമൺലി യൂസ്ഡ് ഇൻ. അമോണിയ റെഫ്രിജറൻസ് എവിടെയാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. സെലക്ഷൻ ഓഫ് റെഫ്രിജറന്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് കെമിക്കൽ കമ്പാറ്റബിലിറ്റി വിത്ത് മെറ്റൽസ് യൂസ്ഡ് ഇൻ പൈപ്സ് ആൻഡ് എക്യുപ്മെന്റ്സ്. പൈപ്സിലും എക്യുപ്മെന്റ്സിലും എന്താണ് നമ്മൾ ഓരോരോ റെഫ്രിജറൻസ് ഏത് ടൈപ്പ് റെഫ്രിജറന്റ് ആണ് യൂസ് ചെയ്യുന്നതനുസരിച്ച് അതിന്റെ കെമിക്കൽ കമ്പാറ്റബിലിറ്റി അനുസരിച്ചായിരിക്കും. അമോണിയ റെഫ്രിജറൻസ് റിയാക്ട് വിത്ത് കോപ്പർ ആൻഡ് ബ്രാസ് causing corrosion. Hence, ammonia systems are usually made using iron and steel components. അതായത് കോപ്പറും ബ്രാസും ആയിട്ടുള്ള കൊറോസീവ് നേച്ചർ അല്ലെങ്കിൽ അതുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കൊറോഷൻ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? യൂഷ്വലി കോപ്പറും ബ്രാസും ഒന്നും അമോണിയ ആയിട്ട് പ്രിഫർ ചെയ്യാറില്ല. അതിന് പകരം അമോണിയ സിസ്റ്റംസ് എല്ലാം നമ്മൾ അയൺ അല്ലെങ്കിൽ സ്റ്റീൽ കമ്പോണൻസ് വെച്ചാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഇവിടെ ചോദ്യം ഇതാണ്, അമോണിയ റെഫ്രിജറൻസ് ആർ കോമൺലി യൂസ്ഡ് വിത്ത് അയൺ ആൻഡ് സ്റ്റീൽ. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ സൈക്രോമെട്രിക് ചാർട്ട് കോൺസ്റ്റന്റ് സ്പെസിഫിക് വോളിയം ലൈൻസ് ആർ. അതായത് സൈക്രോമെട്രി എയർ കണ്ടീഷനിങ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് സൈക്രോമെട്രി. സൈക്രോമെട്രിക് ചാർട്ടിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ കോൺസ്റ്റന്റ് സ്പെസിഫിക് വോളിയം ലൈൻസ് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ സൈക്രോമെട്രിക് ചാർട്ട് ഈസ് ആക്ച്വലി റെപ്രസെന്റിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് മോയിസ്റ്റ് എയർ സച്ചസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, എൻതാൽപി, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, സ്പെസിഫിക് വോളിയം. അപ്പൊ ഇത്രയും പാരാമീറ്റേഴ്സ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചാർട്ടാണ് ഇത് സൈക്രോമെട്രിക് ചാർട്ട്. ഇനി ഒരു സൈക്രോമെട്രിക് ചാർട്ടിൽ ഹൊറിസോണ്ടൽ ലൈൻസ് ആർ റെപ്രസെന്റിംഗ് ദ ഹ്യൂമിഡിറ്റി റേഷ്യോ,
vertical lines actually representing the dry bulb temperature, curved lines representing the relative humidity, and inclined straight lines representing specific volume and enthalpy. ഇപ്പൊ ഇവിടെ സൈക്രോമെട്രിക് ചാർട്ടിന്റെ ഒരു മിനിയേച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കാം. ഇതിനകത്ത് ഈ കർവ്ഡ് ലൈൻസ് എല്ലാം നമുക്ക് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങോട്ട് പോകുന്നതോറും റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൂടി വരും. ഈ ഒരു ഇത് കർവ് എത്തുന്ന സമയത്ത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 100% ആവും. ഫുള്ളി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ. ഇനി നമുക്ക് ഹൊറിസോണ്ടൽ ലൈൻസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമുക്ക് അതിന്റെ അകത്ത് ഹൊറിസോണ്ടൽ ലൈൻസ് വരുന്നത്. അപ്പൊ ഈ ഹൊറിസോണ്ടൽ ലൈൻസ് എല്ലാം നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി റേഷ്യോ. ഇനി ഈ വരുന്ന വെർട്ടിക്കൽ ലൈൻസ് എല്ലാം റെപ്രസെന്റ് ചെയ്യുന്നതാണ്. നമുക്ക് ഇവിടെ താഴെ എക്സ് ആക്സിസിൽ നിന്നാണ് നമ്മൾ വെർട്ടിക്കൽ ലൈൻസ് എല്ലാം റീഡ് ചെയ്യുന്നത്. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെയുള്ള ഈ ഇൻക്ലൈൻഡ് ലൈൻസ് എല്ലാം നമുക്ക് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ, അല്ലെ, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ കിട്ടും. അതേപോലെ തന്നെ ഇൻക്ലൈൻഡ് സ്ട്രേറ്റ് ലൈൻസ്, ഇതേപോലെയുള്ള ഇൻക്ലൈൻഡ് സ്ട്രേറ്റ് ലൈൻസ് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് സ്പെസിഫിക് വോളിയം ആൻഡ് എൻതാൽപ്പി. ഇപ്പൊ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇൻക്ലൈൻഡ് സ്ട്രേറ്റ് ലൈൻ, ഈ പറയുന്ന ഈ ഞാൻ സർക്കിൾ ചെയ്യുന്ന ഈ ലൈൻസ് എല്ലാം എന്താണ്? നമുക്ക് സ്പെസിഫിക് വോളിയം അല്ലെങ്കിൽ എൻതാൽപ്പി റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ ചോദ്യം ഇതാണ്, സ്പെസിഫിക് വോളിയം ലൈൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻക്ലൈൻഡ് സ്ട്രേറ്റ് ലൈൻ ആണ്. കാരണം ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്നും ഷൂട്ട് ആവുന്നില്ല. കർവ്ഡ് ലൈൻസ് അല്ല. കർവ്ഡ് ലൈൻസ് നമുക്ക് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആണ്. ഹൊറിസോണ്ടൽ ലൈൻസ് എന്ന് പറയുന്നത് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ആണ്. വെർട്ടിക്കൽ ലൈൻസ് എന്ന് പറയുന്നത് ഡ്രൈ ബൾബ് ആണ്. ഇതൊന്നും അല്ല. ഓപ്ഷൻ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഇൻക്ലൈൻഡ് സ്ട്രേറ്റ് ലൈൻസ്. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ റെഫ്രിജറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ താങ്ക് യു.